ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ? എന്നാൽ പിന്നെ വായോ. കടായി അടുപ്പത്ത് വെച്ച് നെയ്യൊഴിച്ച് സവാളയും പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ബേ ലീവ്സ് മുതലായ സാധനങ്ങളൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരു പകുതി വേവായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തേക്ക് തക്കാളിയും പുതിനയില, മല്ലിയില തുടങ്ങിയ സാധനങ്ങളൊക്കെ ചേർത്തു. അതും ഒരു പകുതി കുക്കായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മസാല ചേർത്ത് കൊടുത്തു. ഞാനിവിടെ ബിരിയാണി മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ നിങ്ങൾക്ക് എരിവിന് ആവശ്യമുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല, കാര്യം കുട്ടികളൊന്നും ഒരുപാട് എരിവുണ്ടെങ്കിൽ കഴിക്കില്ല. പിന്നെ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രിഡ്ജിനകത്തുണ്ടായിരുന്നു, അതും നേരെ എടുത്ത് അതിനകത്തോട്ടിട്ടു. ഒന്ന് ഇളക്കി അല്പം നേരം അടച്ചു വെച്ച് വേവിച്ചു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു. ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് പതുക്കെ തുറന്ന് നോക്കാം. ഒരു പകുതി കുക്കായിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ജീരകശാല അരിയാണ് കേട്ടോ ബിരിയാണിക്കായിട്ട് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഓൾറെഡി 3 കപ്പ് എടുത്ത് കഴുകി ഒന്ന് സോക്കാവാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഒരു ഹാഫ് ആൻ അവർ നമുക്ക് സോക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം അത് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് ഈ അരിയും കൂടെ ഈ ചിക്കനകത്തേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കനകത്തുനിന്ന് കുറച്ച് വെള്ളം വന്നിട്ടുണ്ടല്ലോ, നമുക്കതൊരു 1 കപ്പെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഞാനതൊന്നും മെഷറൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഞാനിപ്പം ഇവിടെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ അരിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ചിക്കനകത്തേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് തിള വരുന്നുണ്ടോ എന്ന് നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ സാലഡൊക്കെ റെഡിയാക്കുവാണ്. ഇവിടെ ഞാൻ ആപ്പിളും കൂടെ സ്ലൈസ് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ സവാള, തക്കാളി, ഇത്രയും മാത്രമേ ഞാൻ ഇന്ന് സാലഡിനകത്ത് ഇടുന്നുള്ളൂ. യോഗട്ടിനകത്തോട്ട് ഇത് 3 കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു സാലഡ് കിട്ടും നമുക്ക്. ആപ്പിളൊക്കെ പിള്ളേർക്ക് ചുമ്മാ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇങ്ങനെ സാലഡായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. എന്തായാലും എനിക്ക് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബിരിയാണിയുടെ ഫൈനൽ ലുക്ക്. ഇനി ഞാനിതൊരു പ്ലേറ്റിനകത്തായിട്ട് സെർവ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് എൻ്റെ ബിരിയാണി ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.